ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എഗ്ലോണിമ പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് എഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഈ ഒരു വെറൈറ്റി നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു എഗ്ലോണിമ പ്ലാന്റാണ്. ഇത് ഈ ലിപ്സ്റ്റിക് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ഈ പെട്ടെന്ന് ഇതിന് ബേബി പ്ലാന്റ്സ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിപ്പോൾ കണ്ട എൻ്റെ പോട്ട് തിങ്ങി ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്നുകൂടി റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എനിക്കിനി ബേബി പ്ലാന്റ്സിനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു എഗ്ലോണിമ ടൈപ്പാണ് കേട്ടോ. ഇതിലും ഇപ്പം എന്താ കണ്ട, ഇതിൽ നന്നായിട്ട് വൈറ്റിഷാണ് ആവേണ്ടത്. ചെറുതായിട്ടൊരു ഗ്രീൻ കളറ് ബോർഡറിൽ മാത്രമാണ് വരേണ്ടത്. പക്ഷേ ഇത് സൺലൈറ്റ് അധികം അങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് ഇതിലിപ്പോൾ ഗ്രീനിഷ് കൂടി ഇതിൽ ലീഫിൽ കയറിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വെയിലൊക്കെ പൊളിച്ചാൽ നമുക്ക് ഈ പ്ലാന്റ്സിന് ലീഫുകൾക്ക് അതിൻ്റെതായ കളർ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനൊന്ന് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മൾ ഇതുപോലെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിനേക്കാളും ഒരു ഇളം ചൂടൊക്കെ വെയിലൊക്കെ കിട്ടുന്ന വിധത്തിൽ പ്ലാന്റ്സിന് നമ്മൾ എടുക്കുന്നത് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ അകത്ത് വെച്ചാലും ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ സൺലൈറ്റ് ഒന്ന് കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ഹെൽത്തിന്, പ്ലാന്റ്സിൻ്റെ ഹെൽത്തിന് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും വലിപ്പമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പൂക്കളൊക്കെ വരും. അപ്പം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അത് വേരോട്ടുള്ള രീതിയിലാക്കണം എന്നുള്ളൂ. അതായത് കൊക്കോപീറ്റും പിന്നെ കുറച്ച് മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പെർലൈറ്റും കൂടി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ റൈസ് ഡസ്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഇതിൽ ചേർക്കണം നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത് വളരെ വേരൊക്കെ ഓടാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ സോയിൽ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ അളവ് കുറച്ചെടുക്കണം. കൊക്കോപീറ്റിൻ്റെ അളവ് കൂടുതലെടുക്കണം. പിന്നെ അതുപോലെ റൈസ് ഡസ്കൊക്കെ യൂസ് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. ഇതിനിപ്പോൾ മുട്ട് വന്നിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇത് ഈ പ്ലാന്റിന് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയിലാണല്ലോ. അപ്പോൾ അതിൽ പൂക്കൾ വന്നാൽ പൂക്കൾക്കൊരു ഭംഗിയൊന്നുമില്ല. അത് വന്നാൽ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും, സ്ലോ ആക്കിക്കളയും. അപ്പം നമ്മൾ മുട്ട് വരുമ്പോൾ തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അത് ബാധിക്കുകയില്ല, അത് നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വേറൊരു ടൈപ്പ് എഗ്ലോണിമയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്നോ വൈറ്റ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയുള്ള എഗ്ലോണിമയാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ദിവസവും നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മണ്ണ് ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നനവ്. പലതിൻ്റെയും പേരെനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല റെഡിഷ് വന്നിരിക്കുന്നതാണ്. ഈ ഒരു വെറൈറ്റിയുടെ പേര് പീക്കോക്ക് റെഡ് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കളർ കാണാനതിൻ്റെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ഇതുപോലെ മുട്ട് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഐഡി സ്നോ വൈറ്റ്. ഇതിപ്പോൾ നമ്മുടെ വാലന്റൈൻ പിങ്ക് എന്ന് പറഞ്ഞ എന്നാണ് ഇട്ടത്. ഇതും ലീഫിൻ്റെ സൈസ് കണ്ട വലുതായിട്ട് വന്നിരിക്കണത്. അതായത് ഇതിൻ്റെ പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് ഈ ലീഫിൻ്റെ സൈസ് നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു തായ്ലൻഡ് റെഡ് എത്തിപ്പെട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അല്ലേ കാണാനായിട്ട്. ഈ ലീഫൊക്കെ ഒന്ന് ഇടയ്ക്ക് തുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ വല്ല പ്രാണികളുടെയൊക്കെ ഉപദ്രവം ഉണ്ടെങ്കിൽ നീമോയിലൊക്കെ ഒന്ന് വെള്ളത്തിൽ കൂട്ടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിന് ചെയ്ത് കൊടുക്കുന്നത് NPK ആണ്. അതൊരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ട് ആണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അളവ് അതിനനുസരിച്ച് തീരുമാനിക്കണത് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അത് ഞാൻ ഈ ഒരു 3 ആഴ്ച ഇടവേളയിൽ ഈ പ്ലാന്റുകൾക്ക് ഞാൻ കടക്കിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കമൻസിലൂടെയൊക്കെയാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.